ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1 BHK വീട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ ഹോളാണത്. ഈ ഹോളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു പൂജ യൂണിറ്റും അതുപോലെ തന്നെ ഒരു TV യൂണിറ്റും നമ്മളിവിടെ വർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് ആയിട്ടും ഫ്ലൂട്ടഡ് പാനലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ഒരു ബോക്സും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു പൂജ യൂണിറ്റും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന് കംപ്ലീറ്റും CNC വർക്ക് ഉൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാം അലുമിനിയത്തിലാണ് ചെയ്തിട്ടുള്ളത്. അലുമിനിയം പ്ലസ് HPL ഷീറ്റാണ് നമ്മളിതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞത് എനിക്ക് ഈവണായിട്ട് വേണം, ഇതിൽ ഒരുപാട് കളർ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ട് തന്നെ നമ്മൾ സജഷൻ ചെയ്തിട്ട് ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നുന്ന രീതിയിൽ, കാരണം പൂജ യൂണിറ്റ് ആയതുകൊണ്ട് ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നുന്ന രീതിയിൽ നമ്മളൊരു വുഡൻ പാറ്റേണാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അത് ഭംഗിയായിട്ട് വരികയും ചെയ്തു. സോ അപ്പോൾ ഞാൻ ആദ്യം പൂജ യൂണിറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു പൂജയാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് CNC വർക്ക് ചെയ്തിട്ടുണ്ട്. അലുമിനിയം കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത ഒരു പൂജ യൂണിറ്റാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ട് സ്റ്റാച്ചു വയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മളൊരു തട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇതുപോലെ ഒരു പടയൽ തട്ടും നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ രീതിയിൽ ഒരു 4 ഫീറ്റ് 3 ഫീറ്റ് 3.5 ഫീറ്റൊക്കെ വരുന്ന രീതിയിൽ ഒരു പടയൽ തട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അകത്ത്. കാരണം അവർക്ക് ഇതുപോലെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കാണാത്ത രീതിയിൽ ഇതൊരു ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ നമ്മളൊരു ഡോറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഒരു പൂജ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പൂജ യൂണിറ്റ് തന്നെ, ഹോളിൽ കയറുമ്പോൾ തന്നെ ഒരു പൂജ യൂണിറ്റ് തന്നെ 4.5 ഫീറ്റൊക്കെ വരും. ആ രീതിയിലുള്ള ഒരു പൂജ യൂണിറ്റ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഒരു TV യൂണിറ്റിന് നമ്മൾ പിന്നിൽ പാനലിങ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൂട്ടഡ് പാനൽ ചെയ്തിട്ട് താഴെ ഒരു ബോക്സും അതേ സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അലുമിനിയം വിത്ത് HPL ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും വുഡ് കളർ വരുന്ന രീതിയിലുള്ള ഒരു ഷീറ്റ്. ഇങ്ങനെ ഡോർസ് നമ്മൾ കൊടുത്തിട്ട് സെൻറ്റർ ഡോർസിൽ നമ്മൾ ഗ്ലാസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ഡോർ ഗ്ലാസ് വരും. ഇതിന് ഒരു ഫിക്സറാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അതൊരു കോർണർ ഏരിയ ആയതുകൊണ്ട്. അതിന് മേലായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ തട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ടോയ്സൊക്കെ വെക്കാനും സംതിങ് എന്തെങ്കിലും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ആ ഒരു കോർണർ സ്പേസും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഈ ഹാളിൽ കയറുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പൂജ യൂണിറ്റും അതുപോലെ തന്നെ ഒരു TV യൂണിറ്റും നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് വരും. എല്ലാവർക്കും ആഗ്രഹമാണ് കിച്ചൺ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ചെറിയ കിച്ചൺ വെച്ചിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ കുറച്ച് ഹെൽപ്പായിരിക്കും. കാരണം എന്ത് ചെയ്യാം എന്നുള്ളതിൽ ഒരാശയക്കുഴപ്പം വരില്ല. കാരണം നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ കിച്ചണാണ്. ആ ചെറിയ കിച്ചണിൽ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കാണിച്ചത്. ഇവിടെ നമ്മൾ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന് പാർട്ടീഷൻ ചെയ്ത് 2 തട്ടായി നമ്മൾ പിരിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നോക്കിയാൽ അതുപോലെ തന്നെ ഒരു ബോക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഇതുപോലെ പാർട്ടീഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അലുമിനിയത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അലുമിനിയം പ്ലസ് HPL ഷീറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പിസ്ത ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിങ്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അത് ഡോറ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സിലിണ്ടർ വരും, ഗ്യാസ് വയ്ക്കാനുള്ള സിലിണ്ടർ വരും. സോ അത് നമ്മൾ വെന്റിലേഷൻ ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയർ വെന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കട്ട്ലറി ഇതെല്ലാം ടാൻഡം ഡ്രോവേഴ്സാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. സോ കുറച്ച് പ്രീമിയം ലുക്കായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. എല്ലാം സോഫ്റ്റ് ക്ലോസിങ്ങും ആയിരിക്കും. ടാൻഡം ഡ്രോവേഴ്സാണ്. മേലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കട്ട്ലറി, അതുപോലെ തന്നെ താഴെ നമുക്ക് പ്ലേറ്റ് വെക്കാനുള്ള റാക്കും നമ്മൾ അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് 2ആയിട്ട് പിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം സ്റ്റോറേജ് ഇവിടെ തന്നെ കിട്ടും. ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അത്രമാത്രം സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് അറിയാനും പറ്റും. ഇനി ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ക്ലയൻറ്റ് വന്ന് അകത്ത് ഇതുപോലെ കടപ്പാക്കല്ല് ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളിതിൻ്റെ ഔട്ടർ മാത്രമാണ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഔട്ടർ മാത്രം നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം മേലെ 3 ഡോർസ് വന്നിട്ട് നമ്മൾ ഗ്ലാസ്സിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. താഴെ ജസ്റ്റ് ഷീറ്റ് ഇട്ട് നമ്മൾ HPL ഷീറ്റിൽ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്.
എല്ലാം അലുമിനിയത്തിൽ മാത്രം ചെയ്ത വോക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേലെ ഒരു ലോഫ്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നും കിച്ചൺ ചെയ്യുമ്പോൾ എപ്പോഴും അലുമിനിയം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതൊരിക്കൽ കൂടി ഞാൻ പറയണം, നല്ലൊരു ഓപ്ഷൻ കിച്ചൺ ചെയ്യുമ്പോൾ അലുമിനിയം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലോട്ട് പോകാം. ബെഡ്റൂമിലോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്ത ഒരു 3 ഡോർ വാർഡ്രോബും പ്ലസ് ഒരു 3 ഡോർ വരുന്ന രീതിയിൽ നമ്മൾ ലോഫ്റ്റും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും ക്ലയൻറ്റ് ഓൾറെഡി കടപ്പാക്കൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഡോറ് മാത്രം കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മളിവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അവർക്കിതുപോലെ 2 ഭാഗവും കവർ ചെയ്ത് തരണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മുടെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ലോക്കർ സിസ്റ്റവും നമ്മളിവിടെ ഈ കടപ്പാക്കല്ലിൽ തന്നെ നമ്മളത് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ട്യൂബ് ഹാൻഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ട്യൂബ് ഹാൻഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മിററും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോദിച്ചു വാർഡ്രോപ്പിൽ മിറർ വെച്ചാൽ പോരെന്ന് ചോദിച്ചപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു, അല്ല എനിക്ക് ഇവിടെ ഒരു ഫ്രെയിം ഇട്ടിട്ട് എനിക്കൊരു മിറർ സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം നമ്മളത് അവർക്ക് ഒരു ഫ്രെയിമൊക്കെ ചെയ്തിട്ട് ഒരു മിറർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ദെൻ മേലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോഫ്റ്റ് നമ്മൾ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ സ്പേസാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോറ് മേലെ ഓപ്പൺ ചെയ്യുന്ന പോലെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് വളരെ കുറവാണ്. കാരണം നിങ്ങൾ മേലെ കണ്ടാൽ അറിയാം, സീലിംഗ് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഡോറാക്കി കഴിഞ്ഞാൽ വളരെ ചെറിയ സ്പേസ് ആയി പോകും. അതുകൊണ്ട് നമ്മളതിനെ മേലോട്ട് തുറക്കുന്ന പോലെ ആ ഡോർ സിസ്റ്റം വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു 3 ഡോർ വാർഡ്രോബും നിങ്ങൾ കണ്ടു. സോ ഒരു ചെറിയ വീട് വെച്ചിരിക്കുന്നവർക്ക് ഇൻറ്റീരിയർ വർക്ക് എങ്ങനെ ചെയ്യാം, അത് ചെയ്താൽ എങ്ങനെ നമുക്ക് എത്രമാത്രം നല്ല രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ഈ വീട്. നമ്മൾ കണ്ടു ഹോളിലെ പൂജ യൂണിറ്റും TV യൂണിറ്റും അതുപോലെ തന്നെ കിച്ചണും ആൻഡ് ഒരു വാർഡ്രോബും ഇതെല്ലാം നമ്മൾ കണ്ടു. വളരെ യൂണീക്കായിട്ട് നീറ്റായിട്ട് നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ എനിക്കൊരു ചെറിയ വീടാണ്, ഈ ചെറിയ വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരിക്കുന്നവർ ഈ വീഡിയോ കാണാം. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കട്ടായി. സോ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ A1 ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. താഴെ ഞങ്ങളുടെ ഹെഡ് ഓഫീസിലെ നമ്പർ ഉണ്ടാവും. അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥലത്തിൽ നിന്നാണോ വിളിക്കുന്നത് ആ സ്ഥലത്തുള്ള മാനേജേഴ്സിൻ്റെ നമ്പർ അവർ തരുന്നതായിരിക്കും. ആ നമ്പർ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും അറിയാൻ പറ്റും. സോ മറക്കാതെ ഹെഡ് ഓഫീസ് നമ്പർ നോട്ട് ചെയ്യുക, വിളിക്കുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും